1967 നാഥുല ചുരത്തിൽ വെച്ച് ചൈനീസ് സൈന്യം വെടിയുതിർത്തപ്പോൾ ഇന്ത്യൻ സൈനികർ പിന്തിരിഞ്ഞോടുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് അവരെ ഞെട്ടിക്കുന്നതായി. തന്റെ 25-ാം വയസ്സിൽ രാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരനായ ഓഫീസർ ക്യാപ്റ്റൻ പൃഥ്വി സിംഗ് ദാഗറിന്റെ കഥയാണ്. 1962 ഭാരത ചൈന യുദ്ധം അവസാനിച്ചിരുന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അപ്പോഴും നിലനിന്നിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ തുടങ്ങി. 1967 കിഴക്കൻ സിക്കിമിലെ നാഥുല ചുരം മേഖലയിൽ പിരിമുറുക്കം വർദ്ധിച്ചു. ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ അതിർത്തിയിൽ മുള്ളുകമ്പിവേലി സ്ഥാപിക്കാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചു. എന്നാൽ ചൈന ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ആ സമയത്ത് മുള്ളുകമ്പിവേലി സ്ഥാപിക്കുന്നതിനുള്ള ഓഫീസർ ഇൻചാർജായി നിയമിതനായത് 25 വയസ്സുകാരനായ ക്യാപ്റ്റൻ പൃഥ്വി സിംഗ് ദാഗർ ആയിരുന്നു. സെപ്റ്റംബർ 7 ഇരുവിഭാഗവും തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായെങ്കിലും വേലി കെട്ടുന്ന ജോലി തുടരാൻ തന്നെയായിരുന്നു ഇന്ത്യൻ കമാൻഡിന്റെ തീരുമാനം. തുടർന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 11 രാവിലെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് സംരക്ഷണം നൽകാൻ ക്യാപ്റ്റൻ പൃഥ്വി സിംഗ് ദാഗറും അദ്ദേഹത്തിന്റെ ആളുകളും നിലയുറപ്പിച്ചപ്പോൾ ചൈനീസ് ഭാഗത്ത് നിന്ന് ഒരു വിസിൽ മുഴങ്ങി. നിമിഷങ്ങൾക്കകം മെഷീൻ ഗണ്ണുകളിൽ നിന്നും പീരങ്കികളിൽ നിന്നും വലിയ രീതിയിലുള്ള വെടിയുതിർക്കൽ ആരംഭിച്ചു. തുറസായ സ്ഥലത്ത് നിന്നിരുന്ന ഇന്ത്യൻ സൈനികർക്ക് യാതൊരു സംരക്ഷണവും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിരവധി സൈനികർ വീരമൃത്യു വരിക്കുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിനിടയിൽ ക്യാപ്റ്റൻ ദാഗറിന്റെ കയ്യിൽ വെടിയേറ്റു. മുറിവിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി. കഠിനമായ വേദനയും ഉണ്ടായിരുന്നു. എന്നിട്ടും പിന്മാറുന്നതിന് പകരം അദ്ദേഹം തന്റെ റൈഫിൾ തോളിലിട്ട് ഒരു ശക്തമായ പ്രത്യാക്രമണത്തിന് നേതൃത്വം നൽകി. തന്റെ പ്ലാറ്റൂണിനോടൊപ്പം ക്യാപ്റ്റൻ ദാഗർ ചൈനീസ് സൈന്യത്തിന് മേൽ അത്രത്തോളം ആഞ്ഞടിച്ച ആക്രമണമാണ് നടത്തിയത്. അവർ ഏകദേശം 50 ശത്രു സൈനികരെ വധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ശരീരത്തിൽ ഒന്നിലധികം വെടിയുണ്ടകൾ ഏറ്റിട്ടും തന്റെ അവസാന ശ്വാസം വരെ അദ്ദേഹം പോരാട്ടം തുടർന്നു. ഈ ഓപ്പറേഷനിലുടനീളം കുറഞ്ഞ എണ്ണത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികർ ചൈനീസ് സേനയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ഏകദേശം 300 ചൈനീസ് സൈനികരെ അവർ വധിച്ചതായി പറയപ്പെടുന്നു. ഈ കടുത്ത ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈന്യത്തിന് തങ്ങളുടെ ധീരരായ സൈനികരെ നഷ്ടപ്പെട്ടു. അതിൽ തന്റെ രാജ്യത്തിനു വേണ്ടി പരമോന്നത ത്യാഗം ചെയ്ത 25 വയസ്സുകാരനായ ക്യാപ്റ്റൻ പൃഥ്വി സിംഗ് ദാഗറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അസാധാരണമായ ധീരതയ്ക്കും നേതൃപാടവത്തിനും മരണാനന്തര ബഹുമതിയായി ഈ ധീര ഓഫീസർക്ക് വീരചക്ര സമ്മാനിച്ചു. ഇന്ന് നാഥുല ചുരത്തിലുള്ള ദാഗർ ദ്വാർ അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ പ്രതീകമായി നിലകൊണ്ടു.